എല്ലാ മാന്യ ശ്രോതാക്കൾക്കും MGM റേഡിയോ ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രാമായണ മാസമാണല്ലോ ഇത്. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണ കഥയെ അടിസ്ഥാനമാക്കി 6 ഭാഗങ്ങളുള്ള ഒരു ശബ്ദശില്പമാണ് ഇവിടെ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. രാമായണത്തിലെ സുപ്രധാന വരികൾ, നാടകീയ മുഹൂർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി അതിമനോഹരമായതും നാടകീയത മുറ്റുനിൽക്കുന്നതുമായ ശബ്ദശില്പമാണിത്. ഈ പരിപാടിയുടെ സംഗീതം യശശരീരനായ സംഗീതജ്ഞൻ MG രാധാകൃഷ്ണനും രചനയും ആഖ്യാനവും ആകാശവാണിയിലെ പ്രസിദ്ധ നാടക നടൻ P ഗംഗാധരൻ നായരുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ശബ്ദശില്പം വിദ്യാഭ്യാസ പരിപാടിയുടെ സംവിധായകനായ A പ്രഭാകരൻ സംവിധാനം ചെയ്തിരിക്കുന്നു. മലയാള നാടക സിനിമാ രംഗത്തെ പ്രസിദ്ധരായ നടന്മാരും ആകാശവാണിയിലെ അനുഗ്രഹീത ശബ്ദ കലാകാരന്മാരുമായ TR സുകുമാരൻ നായർ, വക്കം ഷക്കീർ, P ഗംഗാധരൻ നായർ, S രാമൻകുട്ടി നായർ, TP രാധാമണി, CS രാധാദേവി, ലീല പണിക്കർ, കൊല്ലം തുളസി, S സോമശേഖരൻ നായർ, ആറന്മുള പുന്നമ്മ, MG ശ്രീകുമാർ, സ്പോട്ട് സുരേഷ് കുമാർ, P തങ്കച്ചൻ, സതീഷ് ചന്ദ്രൻ, MGK പിള്ള, KG ദേവകിയമ്മ, S വേണു തുടങ്ങിയവർ ശബ്ദം നൽകിയ ഈ ശബ്ദശില്പം തികച്ചും വ്യത്യസ്തമായൊരു പരിപാടിയാണ്. അധ്യാത്മരാമായണം 5ാമത്തെ ഭാഗമായ സുന്ദരകാന്ഡം ആരംഭിക്കുന്നു. 100 യോജന ദൂരം സമുദ്രം ചാടിക്കടക്കാൻ തക്ക കരുത്ത് പ്രദാനം ചെയ്യണമേ എന്ന് ശ്രീരാമചന്ദ്രന്റെ മനസ്സിൽ ധ്യാനിച്ച ശേഷം മറ്റു വാനര സമൂഹത്തോടായി ഹനുമാൻ പറഞ്ഞു. ഇതാ നിങ്ങൾ കണ്ടുകൊള്ളിൻ, എന്റെ പിതാവായ വായുദേവനെ പോലെ ആകാശമാർഗത്തിലൂടെ ഞാൻ ലങ്കാപുരിക്ക് കുതിക്കുന്നുണ്ട്. രാമചന്ദ്രന്റെ ബാണം പോലെ പാഞ്ഞു ചെന്ന് ഇന്ന് തന്നെ ഞാൻ സീതാദേവിയെ കാണും. മടങ്ങി വന്ന് അദ്ദേഹത്തെ വിവരം ധരിപ്പിക്കുകയും ചെയ്യും. ഭഗവാന്റെ അങ്കുലീയം ഞാൻ ശിരസിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാരിധി തരണം ചെയ്യാൻ തരിമ്പും ഭയം തോന്നുന്നില്ല. ഇപ്രകാരം മറ്റു വാനരന്മാർ കേൾക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ദക്ഷിണ ദിക്ക് നോക്കി കുതിച്ചു ഹനുമാൻ. സൂര്യബിംബം പോലെ ആകാശത്തുകൂടി പറന്നുപോകുന്ന മാരുതിയെ ദേവന്മാർ കണ്ടു. അവന്റെ ഗതിവേഗത്തെ പരീക്ഷിക്കാൻ വേണ്ടി മാർഗതടസ്സമുണ്ടാക്കാൻ സുരസയെ പറഞ്ഞയച്ചു. സുരസ അതിവേഗം ഹനുമാന് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഹേ കവിശ്രേഷ്ഠ, അങ്ങെന്നെ കാണുന്നില്ലേ? നിർഭയരായി ഇതുവഴി പോകുന്നവരെ ഭക്ഷിക്കാൻ ഈശ്വര കൽപ്പന ലഭിച്ചവളാണ് ഞാൻ. എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. വേഗം എന്റെ ഗുഹ പോലുള്ള വായിലേക്ക് കടന്നുകൊള്ളൂ. മറ്റൊന്നും ചിന്തിച്ച് സമയം പാഴാക്കണ്ട. ഞാൻ അഖിലലോകനാഥനായ രാമചന്ദ്രന്റെ കൽപ്പനപ്രകാരം സീതാദേവിയെ തേടി രാവണപുരിക്ക് പോകുന്നവനാണ്. ഇന്നോ നാളെയോ മടങ്ങി വരും. സീതാരഹസ്യം രാമചന്ദ്രനെ അറിയിച്ചിട്ട് വന്ന് നിന്റെ വായ്ക്കകത്ത് കയറിക്കൊള്ളാം. അതുപോലെ കള്ളം പറയാൻ എനിക്കറിയില്ല. വേഗം എനിക്ക് വഴിമാറിത്തരൂ. ദേവി, ഞാൻ അവിടുത്തെ ഇതാ കുമ്പിടുന്നു. വഴിമാറിത്തരൂ ദേവി. എനിക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയുന്നില്ല. ഓഹോ, നിർബന്ധമാണെങ്കിൽ നിന്റെ വാ തുറന്നുകൊള്ളൂ. സുരസ വായ്പെറിന്ന് കാട്ടിയത് കണ്ട് ഹനുമാൻ ശക്തി കൊണ്ട് സ്വന്തം ശരീരം 1 യോജന വലിപ്പമുള്ളതാക്കി തീർത്തു. അത് കണ്ട് സുരസ വായ്ക്ക് 5 യോജന വലിപ്പമുണ്ടാക്കി. പെട്ടെന്ന് ഹനുമാൻ 10 യോജന വലിപ്പം ശരീരത്തിന് വരുത്തി. വായ്ക്ക് 20 യോജന വിസ്തൃതി വരുത്തി സുരസ. മാരുതി ശരീരത്തിന് 30 യോജന വലിപ്പമുണ്ടാക്കി. ആർക്കും ജയമരുതെന്ന് കരുതി 50 യോജന വിസ്തൃതിയിൽ സുരസ വായ് തുറന്നു. ആ സമയം ഹനുമാൻ തന്റെ ശരീരം തള്ളവിരലിന് തുല്യം ചെറുതാക്കി സുരസയുടെ വായ്ക്കകത്തുകൂടി കയറി തപോബലം കൊണ്ട് വെളിയിലേക്ക് വന്നു. എന്നിട്ട് സ്തുതിവചനങ്ങളാൽ സുരസയെ സന്തുഷ്ടയാക്കി. ആ സമയത്ത് സുരസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വരിക തവ ജയം അതിസുഖേന പോയി ചെന്നു നീ വല്ലഭ വൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയും ഒക്കെ ഒടുക്കണം.
സർപ്പമാതാവായ സുരസ പറഞ്ഞത് കേട്ട് ഗരുഡനെപ്പോലെ ആകാശത്തുകൂടെ അതിവേഗം പറക്കാൻ തുടങ്ങിയപ്പോൾ സമുദ്രം പർവ്വതശ്രേഷ്ഠനോട് പറഞ്ഞു, ഹേ പർവ്വതമേ, നീ കവിശ്രേഷ്ഠനായ ഹനുമാനെ സൽക്കരിക്കണം. എന്നെ വളർത്തിയത് സഗരപുത്രന്മാരാണ്. സാഗരമെന്ന പേര് അങ്ങനെ സിദ്ധിച്ചതാണ്. ആ വംശത്തിൽ ജനിച്ച ആളാണ് ശ്രീരാമൻ. അദ്ദേഹത്തിന്റെ കാര്യസിദ്ധിക്കു വേണ്ടി പോകുന്ന ഹനുമാനെ നീ വേണ്ട പോലെ സൽക്കരിക്കണം. നീ ഹനുമാൻ പറന്നു പോകുന്ന ഉയരത്തിൽ പൊങ്ങിപ്പോയി വേണ്ടത് ചെയ്യണം. സാഗരവചനം കേട്ട് സ്വർണവും രത്നങ്ങളും നിറഞ്ഞു തിളങ്ങുന്ന മൈനാകപർവ്വതം മനുഷ്യരൂപം ധരിച്ച് ഹനുമാന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഹേ കവിശ്രേഷ്ഠ, ഹിമവൽപുത്രനാണ് ഞാൻ, മൈനാകം. എന്റെ ശരീരത്തിലിരുന്ന് ദാഹവും വിശപ്പും ക്ഷീണവും തീർത്ത് യാത്ര തുടർന്നാലും? ഇല്ലില്ല, ഞാൻ എങ്ങും തിരിഞ്ഞു നോക്കാൻ പോലും ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. ശ്രീരാമചന്ദ്രന്റെ കാര്യസാധ്യത്തിനു വേണ്ടി യാത്ര തിരിച്ച ഞാൻ യാത്രാമധ്യേ ആഹാരമോ വിശ്രമമോ ആഗ്രഹിക്കുന്നില്ല. എല്ലാം കാരുണ്യമൂർത്തിയായ ആ ദേവദേവന്റെ അഭിലാഷം നിറവേറ്റിയതിനു ശേഷം മാത്രം അങ്ങയുടെ സൽക്കാരം സന്തോഷത്തോടെ സ്വീകരിച്ചതായി കരുതുക. ഇപ്രകാരം പറഞ്ഞ് മൈനാകത്തെ സ്നേഹപൂർവ്വം ഹനുമാൻ തലോടി. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിർഭയനായി രാവണപുരിയിലേക്ക് യാത്ര തുടർന്നു. അതിനുശേഷം സമുദ്രത്തിന്റെ അത്യഗാധമായ സ്ഥലത്ത് എപ്പോഴും കഴിയുന്ന ഛായാഗ്രഹിണി സമുദ്രത്തിന് മുകളിൽ കൂടി കടന്നുപോകുന്നവന്റെ നിഴലിനെ പിടിച്ചു നിർത്തി. തന്റെ യാത്രയെ തടഞ്ഞതാരാണെന്നറിയാൻ ഹനുമാൻ പെട്ടെന്ന് കീഴ്പോട്ട് നോക്കി. പർവ്വതാകാരെയും ഭീതി ജനിപ്പിക്കുന്നവളുമായ ഛായാഗ്രഹിണിയെ കണ്ട ഹനുമാൻ ഒറ്റ ചവിട്ടിൽ കൊന്നുവീഴ്ത്തി. അങ്ങനെ നിഴൽ പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയായ സിംഹികയെ കാലപുരിക്കയച്ച ശേഷം വീണ്ടും തെക്ക് ദിക്കു നോക്കി ഹനുമാൻ കുതിച്ചു. പശ്ചിമ പർവ്വതത്തിന്റെ മുകളിൽ സൂര്യഭഗവാൻ അസ്തമിക്കാൻ തുടങ്ങുന്ന മുഹൂർത്തത്തിൽ മനോഹരമായ ലങ്കാപുരിയുടെ ഗോപുര അഗ്രഭാഗത്ത് ഹനുമാനും എത്തിച്ചേർന്നു. തെക്കൻ സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് അതിമനോഹരവും സസ്യഫല സമൃദ്ധവും പുഷ്പലതാതരു നിബിഡിതവുമായ വിടവികൾ നിറഞ്ഞതും മണികനകമയമായ അമരപുരിക്ക് തുല്യവും ആയ ത്രികൂടപർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് അദ്വിതീയമായ ലങ്കാനഗരം ദർശിച്ചു. കനകനിർമ്മിതമായ മതിൽക്കെട്ടുകളോടുകൂടിയ പലതരത്തിലുള്ള കിടങ്ങുകൾ കണ്ട് കടന്നു ചെല്ലാൻ എന്താണ് വഴി എന്ന് ശ്രീനാരായണമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ഇരുന്നു ഹനുമാൻ. രാത്രിയിൽ ഒരു ചെറിയ കുരങ്ങന്റെ രൂപം ധരിച്ച് ആരുമില്ലാത്ത സ്ഥലത്ത് കടക്കാം എന്നിങ്ങനെ ചിന്തിച്ച് രാമചന്ദ്രനെ ഭക്തിപൂർവ്വം ഉള്ളിൽ ധ്യാനിച്ച് രാവണപുരിയിൽ പ്രവേശിച്ചു. സീതാദേവിയുടെ പാദകമലങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഹനുമാൻ നിർഭയനായി ശരീരം ഒരു കടുകുമണിയുടെ രൂപത്തിൽ ചെറുതാക്കി ഇടതുകാൽ മുമ്പിൽ വച്ച് ലങ്കാപുരിക്കകത്ത് കടക്കാൻ ശ്രമിക്കവേ ഭീകരരൂപിണിയായി അലറി വിളിച്ചു നിൽക്കുന്ന ലങ്കാലക്ഷ്മിയെ മുന്നിൽ കണ്ടു. അവൾ കോപകലുഷിതയായി പറഞ്ഞു, ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ഇത്തരത്തിൽ പരുഷവാക്കുകളോട് ഹനുമാന്റെ നേരെ ചെന്ന് ശക്തിയായി അടിച്ചു. ശ്രീരാമഭക്തനായ ഹനുമാൻ വലത് കൈ മുഷ്ടി ചുരുട്ടി പകരം അതിശക്തിയായി തന്നെ ഒരു പ്രഹരമേൽപ്പിച്ചു. അടികൊണ്ട് ലങ്കാലക്ഷ്മി രക്തം ഛർദ്ദിച്ച് അവിടെ വീണു. പെട്ടെന്ന് എണീറ്റ് കഥകളെല്ലാം പറഞ്ഞു. കവിശ്രേഷ്ഠ, ബ്രഹ്മനിയോഗത്താൽ ഞാൻ അങ്ങയെ തേടി വളരെ കാലമായി നിൽക്കുകയാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമദൂതനായ ഒരു കവിശ്രേഷ്ഠൻ സീതാദേവിയെ അന്വേഷിച്ചെത്തുമെന്നും ആ അതിശക്തിമാന്റെ അടിയേറ്റ ഉടൻ വഴിമാറിക്കൊടുക്കണമെന്നും ബ്രഹ്മാവ് നിർദ്ദേശിച്ചിരുന്നു. ശ്രീരാമദേവനുമായി ഒരു പ്രയാസവും കൂടാതെ നിനക്ക് കടക്കാം. ലങ്കയെ ജയിച്ച് കീഴടക്കുകയും ചെയ്യാം. രാക്ഷസകുല നായകനായ രാവണന്റെ മരണവും അടുത്തു കഴിഞ്ഞു. ഭഗവാന്റെ അനുചരനായ ഹനുമൻ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഒട്ടും പ്രയാസപ്പെടാതെ സീതാദേവിയെ പോയി കാണുക. രാവണന്റെ പ്രധാനാന്തപുരത്തിലെ നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞ ലീലാവനത്തിൽ നിറയെ പൂക്കൾ വിടർന്നു വിലസുന്ന ചെറുകാടോടുകൂടിയ ശംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിശാചാരണികളുടെ നടുവിൽ ദുഃഖിതയായി പവിത്ര ശരീരയായ സീതാദേവി ഇരിപ്പുണ്ട്. പോകൂ,
പോയി കാണൂ. ലങ്കയിൽ കടന്ന ഹനുമാൻ സൂക്ഷ്മ ശരീരം സ്വീകരിച്ചാണ് ലങ്കാപുരി മുഴുവൻ സീതാദേവിയെ തിരക്കി നടന്നത്. മറ്റെങ്ങും കാണാതായപ്പോൾ ലങ്കാലക്ഷ്മി പറഞ്ഞ ഉദ്യാനത്തിന്റെ കാര്യം ഹനുമാൻ ഓർമ്മയിൽ വന്നു. ആകാശം മുട്ടി നിൽക്കുന്ന അത്ഭുതകരങ്ങളായ അനേകം സൗധങ്ങൾ കടന്ന് പല ഭാഗങ്ങളിലും ചുറ്റിത്തിരിഞ്ഞു. അപ്പോൾ സുഗന്ധിയായ മാരുതൻ ഹനുമാനെ സീതാദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നയിച്ചു. നാനാതരത്തിലുള്ള വൃക്ഷങ്ങളും ഉപവനങ്ങളും നിറഞ്ഞ സ്ഥലത്ത് അത്യുന്നതമായ ശിംശപാവൃക്ഷ ചുവട്ടിൽ വിവശയായി പരിക്ഷീണയായി ശ്രീരാമചിന്തയിൽ സദാ മുഴുകി പൂഴിയിൽ കിടന്നുരുണ്ട് കണ്ണുനീരൊഴുക്കി രാക്ഷസികളുടെ നടുവിൽ ദുഃഖിതയായിരിക്കുന്ന ദേവിയെ ഹനുമാൻ കണ്ടു. ഇലകൾ ഇടതോർന്നു നിൽക്കുന്ന ഒരു വലിയ വൃക്ഷത്തിന്റെ മുകളിൽ ആരും കാണാതെ മറഞ്ഞിരുന്നു ഹനുമാൻ. പരമഭക്തനായ ആഞ്ജനേയൻ ഇപ്രകാരം ചിന്തിച്ചു: കമലമകളഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ, കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ രാവണ മന്ദിരത്തിന്റെ പുറത്ത് ഒരു ഘോഷം കേൾക്കാനിടയായി. ഇതെന്താണ് ഈ ശബ്ദകോലാഹലമെന്നറിയാൻ ആകാംക്ഷയോടെ പച്ചിലക്കൂട്ടത്തിനിടയിൽ കൂടെ ഒരു പുഴുവിനെപ്പോലെ ദേഹം മറച്ചിരുന്നു. അതാ രാവണന്റെ അണിഞ്ഞൊരുങ്ങിയുള്ള പുറപ്പാടാണ്. രാവണനാകട്ടെ രാമചന്ദ്രന്റെ ബാണങ്ങളേറ്റ് പരമനിർവൃതി അടയുന്ന നിമിഷവും കാത്തിരിക്കുകയാണ്. അതിനുള്ള ഒരു നിമിത്തം മാത്രമായിട്ടാണ് സീതാപഹരണം നടത്തിയതെന്ന് രാവണനും അറിയാം. തലേ ദിവസം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് രാവണൻ ഓർത്തു. ശ്രീരാമവചനമനുസരിച്ച് ഒരു കപിവരൻ സൂക്ഷ്മ ശരീരിയായി വന്ന് ലങ്കാപുരി ആകമാനം തിരഞ്ഞിട്ടും കാണാതെ ഒടുവിൽ സീതാദേവി ഇരിക്കുന്ന ഉദ്യാനത്തിൽ വന്ന് ഒരു വൃക്ഷത്തിന്റെ മുകളിൽ മറഞ്ഞിരുന്ന് സീതാദേവിയെ കണ്ടു വണങ്ങി രാമകഥ ദേവിയെ പറഞ്ഞു കേൾപ്പിച്ച് അടയാളവും നൽകി മടങ്ങുന്നുവെന്ന്. സ്വപ്നം ഫലിക്കുമെന്ന വിശ്വാസത്തോടെ രാവണൻ സീതയെ സമീപിക്കുകയാണ്. എന്തിനാണെന്നും രാവണൻ സീതാദേവിയെ സമീപിച്ച് ശൃംഗാരചേഷ്ടകൾ കാണിക്കുമ്പോൾ, ദുഃഖം ജനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ഹനുമാന് കോപവും വൈരാഗ്യവും വർദ്ധിക്കും. ആ വിവരം ശ്രീരാമനെ അറിയിക്കും. അദ്ദേഹത്തിന് രാവണനോട് കടുത്ത വൈരാഗ്യം ജനിക്കുകയും ചെയ്യും എന്ന ഉദ്ദേശത്തോടെ രാവണൻ അഴകിയ രാവണനായി സീതയെ സമീപിച്ചു. രാക്ഷസേശ്വരനെ കണ്ട മാത്രയിൽ തന്നെ ദേവി ശിരസ് കാൽമുട്ടുകളിൽ അമർത്തി കുനിഞ്ഞിരുന്നു ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചു. രാവണൻ കാമപരവശനായി ദേവിയെ സമീപിച്ച് പറഞ്ഞു: ശൃണു സുമുഖീ തവ ചരണനളിനദാസോസ്മ്യഹം, ശോഭനശീലേ പ്രസീദ പ്രസീദ മേ, ത്വരിതമതി കുതുകമൊടുമൊന്നു നോക്കിയിടുമാ, ത്വൽഗതമാനസനെന്നറികന്നെ നീ. സുമുഖീ ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്ക നീ. ദേവി, കയ്യിലിരുന്ന മാണിക്യം ഉപേക്ഷിച്ച് കാക്കപ്പൊന്ന് തേടുന്നവനെ പ്രതീക്ഷിച്ച് എന്തിനു കാലം കളയുന്നു? എന്റെ ഭാര്യയായി പോരും. ദേവിയെ സകല ലോകങ്ങളിലുമുള്ള പരമസുന്ദരികളായ സ്ത്രീകൾ പരിചരിക്കാനുണ്ടാവും. സമയം വെറുതെ പാഴാക്കാതിരിക്കൂ. രാവണൻ പല വർത്തമാനങ്ങളും പറഞ്ഞ് സീതാദേവിയുടെ മുമ്പിൽ താണുവീണ് അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കോപാകുലയായ ദേവി ഒരു പുൽക്കൊടി നുള്ളി ഇട്ടുകൊണ്ട് പറഞ്ഞു: ഹേ രാവണ, നീ ചൊല്ലിയതെല്ലാം അതിനീചവും അസഹ്യവുമായ കാര്യങ്ങളാണെന്ന് ഓർമ്മയിരിക്കട്ടെ. പരിപാവനമായ യാഗശാലയിൽ ഒരു പട്ടി കടന്നു വന്ന് ഹവിസ് കട്ടുകൊണ്ടു പോകുന്നത് പോലെ സൂര്യകുല തിലകമായ രാമദേവനിൽ ഭക്തിയുണ്ടെന്ന് ഭാവിച്ച് സന്യാസിയുടെ വേഷത്തിൽ അവരാരുമില്ലാത്ത അവസരത്തിൽ എന്നെ കട്ടുകൊണ്ടു പോരുകയല്ലേ നീ ചെയ്തത്. ഇതിന്റെ എല്ലാം ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും.
ശ്രീരാമചന്ദ്രന്റെ ബാണങ്ങളേറ്റ് ശിഥില ശരീരനായി നീ യമലോകം പ്രാപിക്കും. നിഷ്പ്രയാസം സമുദ്രം താണ്ടി ലങ്കയിലെത്താനും നിമിഷ നേരം കൊണ്ട് ലങ്കാരാജ്യം തവിടുപൊടിയാക്കാനും രാമചന്ദ്രന് കഴിയുമെന്നോർക്കുക. സീതാദേവിയുടെ വാക്കുകൾ രാവണനെ വല്ലാതെ ചൊടിപ്പിച്ചു. കോപം പുറാഞ്ഞ് പെട്ടെന്ന് വാളൂരിക്കൊണ്ട് സീതാദേവിയെ കൊല്ലാൻ അടുത്തു. അതുകണ്ട് മയന്റെ പുത്രിയായ മണ്ഡോദരി ഭർത്താവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വാമി, അരുത് അരുത്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. അനുചിതമായ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കൂ. ഉടയവരാരുമില്ലാതെ ദുഃഖിച്ച് ക്ഷീണശരീരയായിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയെ, വിശേഷിച്ചും ഭർത്തൃവിരഹ വിവശയായി അന്യന്റെ മന്ദിരത്തിൽ പാർത്ത് പാതിവൃത്തത്തോടെ പകലും ഇരവും രാഘവനെ ധ്യാനിച്ച് രാക്ഷസികളുടെ പരുഷവാക്കുകളും കേട്ട് സഹികെട്ട് കഴിയുന്നവളാണിവൾ. ഇതിലധികം ദുരിതം ഒരു സ്ത്രീക്ക് എന്താണുള്ളത് അനുഭവിക്കാൻ? അങ്ങ് എന്തിനാണ് ഈ ദുർബുദ്ധി കാണിക്കുന്നത്? ദുഷ്കീർത്തി വീരപുരുഷന്മാർക്ക് ചേർന്നതാണോ? ദേവാസുര ഗന്ധർവ അപ്സര സ്ത്രീവർഗം അങ്ങയ്ക്ക് വശംവദമല്ലേ? ഹേയ് സ്ത്രീകളെ, എല്ലാ ചുമതലയും ഞാൻ നിങ്ങളിൽ അർപ്പിക്കുകയാണ്. അനുനയവചനങ്ങളാൽ ഇവളെ വശത്താക്കാൻ ശ്രമിക്കൂ. 2 മാസം കൂടെ ഞാൻ ക്ഷമിച്ചിരിക്കാം. ഇപ്രകാരം രാക്ഷസികളോട് പറഞ്ഞിട്ട് രാവണൻ അന്തഃപുരത്തിലേക്ക് നടന്നു. രാവണന്റെ അത്യന്തം അസുഖകരങ്ങളായ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന് സീതാദേവിയും ഇരുന്നു. ആ സമയത്ത് കാവൽ രാക്ഷസികളുടെ കൂട്ടത്തിലുള്ള ത്രിജട മറ്റുള്ളവരോടായി പറഞ്ഞു, നിങ്ങൾ അടങ്ങിയിരുന്ന് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിങ്ങൾ ഈ പതിവ്രതാരത്നത്തിന്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുന്നു. അസുഖകരമായ ഹൃദയത്തോട് ഞാൻ അല്പനേരം ഒന്ന് ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ലോകാഭിരാമനായ ശ്രീരാമൻ ഐരാവതത്തിന്റെ പുറത്തിരുന്ന് ലക്ഷ്മണനോടൊപ്പം നിഷ്പ്രയാസം ലങ്കയിലെത്തി ശരങ്ങൾ വർഷിച്ച് ലങ്കയെ ഭസ്മമാക്കിയ ശേഷം യുദ്ധത്തിൽ രാവണനെ നിഗ്രഹിച്ച് രാക്ഷസരാജ്യം വിഭീഷണന് നൽകി സീതാദേവിയെ മടിയിലിരുത്തി അയോധ്യാപുരിക്ക് മടങ്ങിപ്പോയതായിട്ടായിരുന്നു സ്വപ്നം. അതുകൊണ്ട് കുറച്ചു ദിവസം കാരുണ്യപൂർവ്വം സീതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ കഴിയണം. ത്രിജടയുടെ ഭയം ജനിപ്പിക്കുന്ന സ്വപ്നവാർത്ത കേട്ട് വല്ലാതെ പരിഭ്രാന്തരായി തീർന്നു രാക്ഷസികൾ. അവരറിയാതെ ഉറങ്ങിപ്പോയി. സീതാദേവി പലതും വിചാരിച്ച് ദുഃഖിതയായി അവസാനം എങ്ങനെയെങ്കിലും ജീവൻ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ രാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വനവാസത്തിന് വന്നതു മുതലുള്ള കഥകൾ അശരീരി പോലെ എവിടെ നിന്നോ കേൾക്കാനിടയായി. അവസാനം ശിംശവാവൃക്ഷ ചുവട്ടിൽ ഭവതിയെയും കണ്ട് ഞാൻ കൃതാർത്ഥനായി എന്നും പറയുന്നത് കേട്ടു. സ്വയം ദേവി ചിന്തിച്ചു, ഇതാരാണ് രാഘവചരിതം മനോഹരമായി പ്രകീർത്തിക്കുന്നത്? അതോ ഭാവിയായി എന്റെ മനസ്സിന്റെ ഭ്രമമാണോ? ഒരു നിമിഷം പോലും ഉറങ്ങാതിരിക്കുന്ന എനിക്ക് സ്വപ്നമായതെന്ന് പറയാൻ നിർവാഹമില്ല. ഇത് പറഞ്ഞ പുരുഷൻ ആരായാലും ഒരു നിമിഷം ഒന്ന് കാണാനിട വന്നെങ്കിൽ. ഇപ്രകാരം ജാനകി ദേവി പറയുന്നത് കേട്ട ഉടനെ സന്തോഷത്തോടെ ഹനുമാൻ മെല്ലെ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വിനയത്തോടെ ദേവിയുടെ ചരണങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് അല്പമകല മാറിയിരുന്നു. ഒരു ചെറിയ അടയ്ക്കാക്കുരുവിയുടെ വലിപ്പത്തിൽ രാവണൻ വാനരവേഷം ധരിച്ച് എന്നെ മോഹിപ്പിക്കാൻ എത്തിയിരിക്കുകയാണെന്ന് ധരിച്ച സീതാദേവി വല്ലാതെ ഭയന്നു. അത് കണ്ട് ഹനുമാൻ, ദേവി, ചരണദാസനായ ഇവനെ സംശയിക്കരുത്. ഞാൻ കോസലേന്ദ്രനായ രാമചന്ദ്രന്റെ ദാസനാണ്. കപികുലശ്രേഷ്ഠനായ ഹനുമാൻ, സുഗ്രീവഭൃത്യൻ, വായുപുത്രൻ, മനസാ വാചാ കർമ്മണ കാപട്യമറിയാത്തവൻ. എന്നെ വിശ്വസിക്കൂ ദേവി. ശുദ്ധമായും വ്യക്തമായും സംസാരിക്കുന്നവർ വളരെ വിരളമാണ്. എന്നാൽ മനുഷ്യരും വാനരന്മാരും തമ്മിൽ സഖ്യമുണ്ടാവാനുള്ള കാരണവും തിരുമനസിൽ വർദ്ധിച്ച പ്രേമം എന്നെക്കുറിച്ചുണ്ടെന്ന് പറയാനുള്ള കാരണവും വ്യക്തമാക്കും. ഇപ്രകാരം രാമദേവനിൽ ആണയിട്ടുകൊണ്ട് വനവാസകാലത്ത് നടന്ന സംഭവങ്ങൾ ഓരോന്നും വ്യക്തമായി ദേവിയെ വർണ്ണിച്ചു കേൾപ്പിച്ചു. അവസാനമായി, ദേവി, ഇതവിടുത്തെ കയ്യിൽ തരാൻ ശ്രീരാമചന്ദ്രൻ തന്നയച്ച മോതിരമാണ്. നാമാക്ഷരങ്ങൾ കുത്തിയ മോതിരം. കൂടുതൽ വിശ്വാസത്തിനായി ഇത് ഞാൻ ദേവിയെ ഏൽപ്പിക്കുന്നു. ആനന്ദപൂർവം
വീണ്ടും വീണ്ടും അത് നോക്കിയാലും ദേവി. ഹനുമാൻ കയ്യിൽ കൊടുത്ത ശ്രീരാമനാമം ചാർത്തിയ മോതിരം ഭക്തിപൂർവം വാങ്ങിച്ച് ശിരസിൽ വെച്ച് ആനന്ദ കണ്ണുനീരൊഴുക്കി സീതാദേവി. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, കവികുല തിലകമേ, അങ്ങെനിക്ക് പ്രാണൻ നൽകിയ ആളാണ്. അങ്ങ് ശ്രീരാമദേവനിൽ ഭക്തിയുള്ളവനാണ്. സർവഗുണങ്ങളും തികഞ്ഞ ഒരുവനെ അല്ലാതെ എന്റെ സ്വാമി ഈ അടയാളവും കൂടി തയ്ക്കുകയില്ല. എന്റെ ഇവിടത്തെ സുഖവും ദുഃഖവും എല്ലാം അങ്ങ് കണ്ടതല്ലേ. പരമകാരുണികനായ രാമചന്ദ്രന് എന്നിൽ കൃപ തോന്നും വിധം എല്ലാ കാര്യവും പോയി അറിയിക്കൂ. 2 മാസത്തിനുള്ളിൽ രാവണൻ എന്നെ നശിപ്പിക്കുമെന്നും പറഞ്ഞു പോയിരിക്കുകയാണ്. അതിനിടയിൽ അവിടുന്ന് ഇങ്ങെത്തി എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചതായി പറയൂ. ഞാൻ ചെന്ന് ദേവിയുടെ വിവരങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ അനുജനുമൊന്നിച്ച് വാനരസേനയുമായി ദേവനിങ്ങെത്തും. സംശയിക്കണ്ട. രാക്ഷസകുലം മുഴുവൻ നശിപ്പിച്ച ശേഷം ഭവതിയെയും വീണ്ടെടുത്തുകൊണ്ട് അയോധ്യയിലേക്ക് പോവുകയും ചെയ്യും. മഹാവതേ, സകല വാനര സൈന്യത്തോടും കൂടി വിശാലമായ സമുദ്രം കടന്ന് എങ്ങനെയാണ് എന്റെ സ്വാമി ഇങ്ങെത്തുക? ദേവി, ശ്രീരാമദേവനെയും ലക്ഷ്മണകുമാരനെയും മറ്റുള്ള വാനരസേനയെയും എന്റെ ചുമലിലേറ്റി സമുദ്രം കടത്തും. ദേവി വൃഥാ ദുഃഖിക്കേണ്ടതില്ല. സകല നിശാചരവർഗത്തെയും ലങ്കയെയും അല്പസമയം കൊണ്ട് ഭസ്മമാക്കും. ദേവി, ഇവിടെ നിന്നും പോകാൻ എനിക്ക് അനുമതി തന്നാലും, മാത്രമല്ല വിരഹതപ്തനായ രാമചന്ദ്രന് നൽകാൻ ഒരടയാളവും അടയാളവാക്യവും കൂടി നൽകിയാലും. ഹനുമദ് വചനം കേട്ട് സീതാദേവി തലമുടിക്കെട്ടിൽ തിരികെയിരുന്ന ചൂടാമണിയെടുത്ത് അടയാളമായി ഹനുമാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അടയാളവാക്യമായി മുമ്പ് നടന്ന ഒരു സംഭവം വിവരിച്ചു കേൾപ്പിച്ചു. മാരുതേ, അടയാളവാക്യമായി ഈ സംഭവം പറയൂ. മുമ്പൊരിക്കൽ ചിത്രകൂട പർവ്വതത്തിൽ സുഖമായി കഴിഞ്ഞുകൂടിയ സമയത്ത് മാംസകഷ്ണങ്ങൾ ഉണക്കാൻ ചിക്കിയിട്ടിട്ട് ഞാനിരിക്കുമ്പോൾ രാമചന്ദ്രൻ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ചപലനും ദുർമതിയുമായ ദേവേന്ദ്രപുത്രൻ ജയന്തൻ കാക്കയുടെ രൂപം പൂണ്ട് മാംസകഷ്ണങ്ങൾ പലതവണ കൊത്തിത്തിന്നാൻ ശ്രമിച്ചു. ഞാനതിനെ അപ്പോഴെല്ലാം കല്ലെടുത്തെറിഞ്ഞോടിച്ചു. ജയന്തൻ കോപിച്ച് എൻ്റെ ശരീരത്തിൽ ചുണ്ടുകൊണ്ടും കാൽനഖങ്ങൾ കൊണ്ടും കൊത്തിയും മാന്തിയും മുറിവുകൾ ഉണ്ടാക്കി. ആ സമയത്ത് പെട്ടെന്നുണർന്ന ശ്രീരാമചന്ദ്രൻ എൻ്റെ ശരീരത്തിലൊഴുകുന്ന രക്തം കണ്ട് കോപിച്ച് പുല്ലിൻ്റെ ഒരു കഷ്ണമെടുത്ത് ദിവ്യാസ്ത്രമന്ത്രം ജപിച്ച് ജയന്തന് നേരെ അയച്ചു. ജയന്തൻ ആ പുൽക്കഷ്ണത്തെ ഭയന്ന് പലയിടത്തും പരക്കം പാഞ്ഞു. അവസാനം രാമചന്ദ്രന്റെ ചരണങ്ങളെ തന്നെ അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചു. രക്ഷിച്ചുകൊള്ളേണമെന്നെ കൃപാനിധേ, അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ. ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ, ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇപ്രകാരം രാമചന്ദ്രദേവന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ജയന്തനോട് അദ്ദേഹം അരുളി ചെയ്തു. ജയന്ത, എന്റെ ബാണം നിഷ്ഫലമാവുകയില്ല. നിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടും. പൊയ്ക്കൊള്ളൂ. അങ്ങനെ എന്നെ ഓരോ ദിവസവും രക്ഷിച്ചു പോന്ന എന്റെ രാമചന്ദ്രൻ എന്താണാവോ ഇന്നിങ്ങനെ എന്നെ ഉപേക്ഷിച്ചത്? എന്റെ പാപഫലമാകാം. ദുഃഖിക്കരുതേ ദേവി. അവിടെ നിന്നിരിക്കുന്ന സ്ഥലം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വരാത്തതാണ്. ഇനി ഒട്ടും താമസിയാതെ ഇങ്ങെത്തും രാമചന്ദ്രനും വാനരസേനയും. ഹേ കവിശ്രേഷ്ഠ, അങ്ങ് പറയുന്ന വാനരസേനയിൽപ്പെട്ടവരും അങ്ങയെപ്പോലെ കൃഷശരീരികളായിരിക്കുമല്ലോ, അല്ലേ? രാക്ഷസന്മാരാണെങ്കിൽ പർവ്വതാകാരരാണ്. സീതാദേവിയുടെ വചനം കേട്ട ഉടനെ ഹനുമാൻ ദേവിയുടെ മുമ്പിൽ പർവ്വതാകാരം കൊണ്ട് നിലയുറപ്പിച്ചു പറഞ്ഞു, ദേവി, ഇതാ എന്റെ ഈ ശരീരവലിപ്പത്തിലുള്ള വാനരസേന അനേക കൂടി രാമചന്ദ്രനോടൊപ്പം ഉണ്ടാകും. ആഹാ, മതി, എനിക്ക് സന്തോഷമായി. ആശരവംശത്തിന് അന്തകൻ അങ്ങ് തന്നെയാണ്, സംശയമില്ല. രാത്രി കഴിയാറായി. അങ്ങ് വേഗം പോയി ശ്രീരാമദേവന് വിവരമറിയിക്കൂ. വിനയത്തോടും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് സീതാദേവിയെ വലം വച്ച് നമസ്കരിച്ചിട്ട് വിട നൽകുവാൻ അപേക്ഷിച്ച ഹനുമാനെ
പുത്രനിർവിശേഷം സ്നേഹം പകർന്നു നൽകി അനുഗ്രഹങ്ങൾ നൽകി യാത്രയാക്കി. സീതാദേവിയുടെ മുമ്പിൽ നിന്നും തിരിച്ച മാരുതി അല്പമകലെയുള്ള ഒരു വൃക്ഷശിഖരത്തിലിരുന്ന് ആലോചിച്ചു. അന്യന്റെ രാജ്യത്തിലെത്തി ദൗത്യം നിർവഹിച്ച് മടങ്ങിച്ചെല്ലാൻ കരുത്തനായ ഒരു ദൂതനെ അയച്ചാൽ ഒരു തടസ്സവും കൂടാതെ കാര്യം നിറവേറ്റിയ ശേഷം മറ്റൊരു കാര്യവും കൂടി ധീരതയോടെ ചെയ്തു തീർത്തു പോകുന്നവനാണ് ഉത്തമനായ ദൂതൻ. അതുകൊണ്ട് രാവണനെ കണ്ട് കാര്യം പറഞ്ഞിട്ട് പോകുക തന്നെ. ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഹനുമാൻ ഉദ്യാനം തകർക്കാൻ തുടങ്ങി. ശിംശപാവൃക്ഷമൊഴിച്ചുള്ള എല്ലാ ഫലവൃക്ഷലതാദികളും തല്ലിത്തകർത്ത് തരിപ്പണമാക്കി. പലജാതി പറവക്കൂട്ടങ്ങൾ ഭയന്നു വിറച്ച് പല ദിക്കിലേക്കും അഭയം തേടി. ആ ശബ്ദം എങ്ങും മാറ്റിലിക്കൊണ്ടു. രാക്ഷസപുരിയെ പരാക്രമിയായ ശ്രീരാമദൂതൻ തലകീഴ് മറിച്ചപ്പോൾ ഉണർന്നെണീറ്റ് രാക്ഷസികൾ കവിവീരനായ ഹനുമാനെ കാണുവാനിടയായി. രാക്ഷസികൾ സീതാദേവിയോട് ചോദിച്ചു, ഹേ സുന്ദരി, ആരാണിവൻ? ഈ രാത്രിയിൽ ഇവിടെ എന്തിനാണിവൻ വന്നത്? നിന്നോട് എന്തെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞോ ഇവൻ? ഇവനെ കണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. ലങ്കാപുരിയിലെ ഉദ്യാനങ്ങളും ഉദ്യാനത്തിലെ മനോഹരങ്ങളായ മന്ദിരങ്ങളും തകർത്തു പൊടിച്ച് ഇരുമ്പുലക്കയുമായി നിന്ന കാവൽ ഭടന്മാരെ നിഷ്പ്രയാസം കൊന്നുവീഴ്ത്തിയതും മറ്റുമായ വിവരങ്ങൾ നിശാചരികളിൽ നിന്നും അറിഞ്ഞ രാവണൻ 100,000 വീരന്മാരെ അയച്ചു ഹനുമാനെ ആക്രമിക്കാൻ. ഏറ്റുമുട്ടാനെത്തുന്ന രാക്ഷസ സമൂഹത്തെ കണ്ട ഹനുമാൻ പർവ്വതങ്ങളും ഭൂമിയും വിറയ്ക്കുമാറും സിംഹനാദം പുറപ്പെടുവിച്ചു. അത് കേട്ട് പല രാക്ഷസന്മാരും ബോധം കെട്ടുവീണു. മറ്റു പലരും സംഭ്രമത്തോടെ ഹനുമാനെ സമീപിച്ചു. അതിനിശിതങ്ങളായ ബാണങ്ങൾ തൊടുത്തു വിട്ടവരെയെല്ലാം ഇരുമ്പുലക്ക കൊണ്ട് അടിച്ചു കൊന്നു ഹനുമാൻ. മഹാപരാക്രമശാലികളായ പലരെയും നിഷ്പ്രയാസം കാലപുരിക്കയച്ച ഹനുമാനെ രാവണ ചക്രവർത്തിയും ഭയപ്പെട്ടു. എന്നിട്ട് ഉച്ചത്തിൽ ആജ്ഞാപിച്ചു, അഹങ്കാരിയെ ജീവനോട് പിടിച്ചുകെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ അമിത ബലശാലികളായ 7 മന്ത്രിപുത്രന്മാരും വേഗം പുറപ്പെടട്ടെ. രാവണ ചക്രവർത്തിയുടെ ആജ്ഞ കേട്ട ഉടൻ തന്നെ മഹാപരാക്രമികളായ മന്ത്രിപുത്രന്മാർ ഹനുമാന്റെ നേരെ ആക്രമണം തുടങ്ങി. അതിഭയങ്കരമായ സമരം നടന്നു. അവരെയെല്ലാം നിഷ്പ്രയാസം അടിച്ചു കൊന്ന് വലിച്ചെറിഞ്ഞു ഹനുമാൻ. രാവണന് ഭയവും നാണവും കോപവും വർദ്ധിച്ചു. ഇങ്ങനെ പുലമ്പി, ഇനി ഒരുവനും ഇവന് സമനായിട്ട് ഈ ലങ്കയിലുണ്ടെന്ന് തോന്നുന്നില്ല. ഈ 3 ലോകത്തുമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ ശിരസ് കുനിയുന്നു. എന്റെ സുഹൃതക്ഷയമെന്നല്ലാതെ എന്തു പറയാൻ? ഇങ്ങനെ പലതും ചിന്തിച്ച് പരവശനായി തളർന്നിരിക്കുന്ന അച്ഛനോട് വിനയ ബഹുമാനങ്ങളോടെ രാവണന്റെ ഇളയ മകനായ അക്ഷകുമാരൻ പറഞ്ഞു, അച്ഛ, വീരപുരുഷന്മാർക്ക് യോജിച്ചതാണോ ഈ ശോകഭാവം? മറ്റു രാജാക്കന്മാർ ഇതറിഞ്ഞാൽ കുറച്ചിലല്ലേ? അങ്ങയുടെ ശത്രുവിനെ നിമിഷ നേരം കൊണ്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അക്ഷകുമാരൻ ഹനുമാനെ സമീപിച്ചു. ശരവർഷം കൊണ്ട് ഹനുമാന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടാക്കി. കോട്ടവാതിലിന്റെ മുകളിലിരുന്ന ഹനുമാൻ പെട്ടെന്ന് താണുവന്ന് ഇരുമ്പ് മുസലം അക്ഷകുമാരന്റെ ശിരസ് ലക്ഷ്യമാക്കി എറിഞ്ഞു. ഹനുമാന്റെ ശക്തമായ ആ ഏറുകൊണ്ട് അക്ഷകുമാരൻ ദിവംഗതനായി. ആ വാർത്ത കേട്ട രാവണൻ ഇന്ദ്രജിത്തിനെ സമീപിച്ച് മാറോടണച്ചുകൊണ്ട് പറഞ്ഞു, മകനെ ഇന്ദ്രജിത്ത്, നിന്റെ സഹോദരനും പോയി. എന്റെ പൊന്നോമനെ യുദ്ധത്തിൽ ഹനിച്ച വാനരനെ കൊല്ലുവാൻ ഞാൻ ഇതാ പുറപ്പെടുകയായി. നിന്റെ അനുജന്റെ ഉദകക്രിയയെല്ലാം പിന്നെയാവാം. അച്ഛാ, ഈ വ്യസനം ഉപേക്ഷിക്കും. അങ്ങയുടെ പരിഭവമെല്ലാം ഞാൻ തീർക്കുന്നുണ്ട്. മരണമില്ലാത്തവനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ കടന്നു വരുമായിരുന്നില്ല. മരണഭയമില്ലെങ്കിൽ അവനെ ബ്രഹ്മാസ്ത്രമയച്ച് ഞാൻ ബന്ധിക്കുന്നുണ്ട്. വരപ്രസാദം കൊണ്ട് ഇന്ദ്രനെ പോലും ജയിച്ച് നമ്മോട് വെറുമൊരു വാനരൻ വന്ന് എതിർത്തത് അത്ഭുതമായി തോന്നുന്നു. അവനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ധാർമ്മികമോ അധാർമികമോ ആയ പ്രവൃത്തി കൊണ്ടോ കപടപ്രവൃത്തി കൊണ്ടോ വളരെ വേഗം അങ്ങയുടെ അടുത്തെത്തിക്കും. അന്ന് സുഖമായി ഇവിടെ കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയ്ക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. മാരുതിയാകട്ടെ ഒരു ഗർജനത്തോടെ ഗരുഡനെപ്പോലെ ആകാശത്തേക്ക് കുതിച്ചു. പരാക്രമിയായ ഹനുമാന്റെ ശിരസിൽ ഇന്ദ്രജിത്ത്
5 ബാണങ്ങൾ അയച്ചു. 6 ബാണങ്ങൾ പാദങ്ങളിലും ശക്തിയുള്ള മറ്റൊരു ബാണം വാലിലുമില്ല. ഹനുമാൻ സിംഹനാദം മുഴക്കി പ്രപഞ്ചത്തെ വിറപ്പിച്ചു. കവികുല ശ്രേഷ്ഠനായ ഹനുമാൻ അസഹ്യമായ വേദനയാൽ സൂതനെ ഇരുമ്പ് വടികൊണ്ട് അടിച്ചു കൊന്നു. 2 കുതിരകളെ പൂട്ടിയ രഥത്തെ തവിടുപൊടിയാക്കി. മേഘനാഥൻ പെട്ടെന്ന് ദൂരെ ചാടിമാറി മറ്റൊരു രഥത്തിൽ കയറി അസ്ത്രവർഷം തുടങ്ങി. ഇന്ദ്രജിത്തിന്റെ ശരങ്ങളേറ്റ് ഹനുമാന്റെ ശരീരത്തിലെ ഓരോ രോമവും നന്നാലായി പിളർന്നു. അതിലും മാരുതി അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രം കണ്ട ഹനുമാൻ ബഹുമാനത്തോടെ ഏറ്റ് മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. ഇന്ദ്രജിത്ത് ഹനുമാനെ ബന്ധിച്ച് രാവണന്റെ മുമ്പിൽ കൊണ്ടുവച്ച് നമസ്കരിച്ചു. പല രാക്ഷസന്മാരും ഓടിവന്ന് കയർ കൊണ്ട് ബന്ധിക്കയാൽ ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടു. സമീപത്തു നിന്ന പ്രഹസ്തനോടായി രാവണൻ അരുളി ചെയ്തു: ഇവനെവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നിത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷ്യമതു കാക്കുന്നവരെയും പൂക്കോട് മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതി ബലമൊടു തകർത്തു പൊടിച്ചതും ധൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോടെ നീ വിരവിനോട് ചോദിക്ക നീ. ഇപ്രകാരം പറഞ്ഞതനുസരിച്ച് പ്രഹസ്തൻ വിനയത്തോടും നയത്തോടും ബഹുമാനത്തോടും കൂടി ചോദിച്ചു: പപ്രച്ഛനി ആരയച്ചുവന്നുകവേ നൃപസദസി കഥയ മമ സത്യം മഹാമതേ. നിന്നെ അഴിച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖില മകതലിൽ നിന്നു കളഞ്ഞാലും. ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്കനി അനൃതവചനവും അലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലടോ. രാക്ഷസകുല സൈന്യാധിപനായ പ്രഹസ്തന്റെ വാക്കുകൾ കേട്ട് മനസ്സിൽ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ച് മന്ദഹാസത്തോടെ ഉന്മേഷവാനായി പറഞ്ഞു: സ്ഫുടവചനമതിവിശദമിതി ശൃണുജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തിമുക്തിപ്രദൻ. അങ്ങനെ തുടർന്ന് സുഗ്രീവ സഖ്യവും ബാലിവധവും സീതാ അന്വേഷണത്തിനായി 10,000-കണക്കിന് വാനരപ്പടയെ പല ദിക്കിലേക്കും അയച്ച കഥയുമെല്ലാം ഹനുമാൻ സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീട് ആത്മോപദേശപരമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഹേ ദശവദന, മോഹസമുദ്രത്തിൽ മുങ്ങിത്താഴാതെ പ്രപഞ്ചഗതിയെക്കുറിച്ച് നല്ലതുപോലെ ഒന്ന് ചിന്തിക്കൂ. മനസ്സിൽ നിന്നും രാക്ഷസബുദ്ധിയെ പാടെ മാറ്റിയിട്ട് ദൈവഗതിയെക്കുറിച്ച് ചിന്തിച്ചാലും ജനനമരണ ഭയം ഇല്ലാതാക്കുന്നതിന് അതാണ് ശരിയായ മാർഗം. മറ്റുള്ളവയൊക്കെ സംസാരത്തെ ഉറപ്പിക്കുന്നവയാണ്. അങ്ങ് പരബ്രഹ്മസ്വരൂപവും നിർമ്മലവുമായ പരമാത്മാവിനെ അറിയുവാൻ തക്ക വംശവിശുദ്ധിയുള്ളവനല്ലേ? തത്വാവബോധം കൊണ്ട് കാമക്രോധാദി വികാരങ്ങളെ ഉപേക്ഷിച്ചാലും വിശ്രവസിന്റെ പുത്രനായ അങ്ങ് ഈ രാക്ഷസ സ്വഭാവം ഉപേക്ഷിക്കൂ. പരമഗതി കൈവരുന്നതിനുള്ള ഉപദേശം ഞാൻ തരാം, അതുകൂടി ശ്രദ്ധിക്കൂ. അനവരതമകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം. പരധനകളത്ര മോകേന നിത്യം വൃഥ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല. നളിനദല നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം. പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം. ഹനുമാന്റെ അമൃതതുല്യമായ വാക്കുകൾ അടക്കാനാവാത്ത കോപത്തോടെയാണ് രാവണൻ കേട്ടുകൊണ്ടിരുന്നത്.
ആ 20 നേത്രങ്ങളും തീക്കട്ടകൾ പോലെ ജ്വലിച്ചു. ആ നേത്രങ്ങൾ ഉരുട്ടി മിഴിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ആരവിടെ? ഇവനെ, ഈ ധിക്കാരിയെ എള്ളു കണക്കെ വെട്ടി നുറുക്കുവിൻ. എന്റെ മുമ്പിൽ എനിക്കൊപ്പം ഇരുന്നു കൊണ്ട് മറ്റേതെങ്കിലും ഒരു ജന്തു ഇങ്ങനെ പറയുമോ? ഭയവും വിനയവും ലേശമില്ലാത്ത പാപിയായ ദുഷ്ടാത്മാവാണ്. പറയൂ, ആരാണ് ഈ രാമൻ? ആരാണ് സുഗ്രീവൻ? അവരെയും ജാനകിയെയും ദുഷ്ടനായ നിന്നെയും നിർദ്ദയം കൊല്ലുന്നുണ്ട്. ദശവദന, നിന്റെ വിചാരം കൊള്ളും. നന്നായി. നിന്നെപ്പോലെ 100,000 രാവണന്മാർ ഒരുമിച്ച് നിന്ന് തീർത്താലും എന്റെ ഒരു ചെറുവിരലിന് പോലും വരികയില്ല. പിന്നെ നീ എന്നെ എന്ത് ചെയ്യാനാണ്? ആയുധപാണികളായ ആരുമില്ലേ അവിടെ? കൊല്ലുവിൻ ഇവനെ. കലിതുള്ളി വിറച്ചുകൊണ്ട് ആയുധപാണികളായി അടുത്തുനിന്ന രാക്ഷസ സേനാനായകന്മാരോട് ഹനുമാനെ കൊല്ലാൻ ആജ്ഞാപിക്കുന്നത് കേട്ട് വിഭീഷണൻ മെല്ലെ അടുത്തു വന്ന് പറഞ്ഞു: അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ. ഇവനെ വയമിവിടെ വിരവോടു കൊന്നിടുകിൽ എങ്ങിനെയങ്ങറിയുന്നിതു രാഘവൻ. അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണം, അതല്ലോ നൃപോചിതം. രാവണ സഹോദരനായ വിഭീഷണന്റെ വാക്കുകൾ ശരിയാണെന്ന് തോന്നുകയാൽ ദൂതനായ ഹനുമാനെ കൊല്ലണ്ട എന്നും എന്തെങ്കിലും ഒരു അടയാളം ശരീരത്തിൽ ഉണ്ടാക്കി വിട്ടാൽ മതിയെന്നും രാവണൻ സമ്മതിച്ചു. അതനുസരിച്ച് ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി, തൈലം പുരട്ടി, തീ കൊളുത്തി, പട്ടണം മുഴുവൻ കൊണ്ടു നടന്ന് രാത്രിയിൽ ലങ്കാപുരിയിൽ കയറിയ കള്ളനാണ് എന്ന് തമ്പേറടിച്ച് വിളിച്ചു പറയുവാൻ തീരുമാനിച്ചു. അങ്ങനെയാവുമ്പോൾ നിസ്തേജനായ ഇവനെ വാനരകുലം പുറന്തള്ളിക്കൊള്ളു എന്ന തീരുമാനത്തോടെ എണ്ണയിൽ നനച്ച തുണി കൊണ്ടുവന്ന് ഹനുമാന്റെ വാലിൽ ചുറ്റാൻ തുടങ്ങി. ഒരു കുന്നോളം എണ്ണത്തുണി പർവ്വതാകൃതി കൊണ്ട് ഹനുമാന്റെ വാലിൽ ചുറ്റിയിട്ടും ചുറ്റിയിട്ടും തികയാതെ വന്നു. വാലിന് നീളവും വലിപ്പവും കൂടിക്കൂടി വന്നത് കാരണം കൊണ്ടുവന്ന വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും എണ്ണയും തീർന്നു. വാലിൽ വീണ്ടും കുറേ ഭാഗം ബാക്കി. ഇതിനിടയിൽ ഹനുമാന്റെ ദിവ്യശക്തിയെ ഓർത്ത് ചിലർ അദ്ദേഹത്തെ വാഴ്ത്തി. തുണി ചുറ്റിത്തളർന്ന രാക്ഷസന്മാർ അത് മതിയാക്കി തീ കൊളുത്തി. പട്ടണം ചുറ്റി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നടന്നു. പടിഞ്ഞാറേ വാതുക്കലെത്തിയപ്പോൾ ഹനുമാൻ പെട്ടെന്ന് ശരീരം വളരെ ചെറുതാക്കി ബന്ധനവിമുക്തനായി. പിന്നീട് പെട്ടെന്ന് ഭീകരശരീരനായി ഗോപുരത്തിന്റെ മുകളിലേക്ക് ചാടി. അവിടെ നിന്നും ചന്ദ്രമണ്ഡലം തൊട്ടുരുമ്മി നിൽക്കുന്ന അത്യുന്നതങ്ങളും അതിമനോഹരങ്ങളുമായ സൗധങ്ങളുടെ മുകളിലേക്ക് ചാടിക്കയറി. അവിടെ നിന്നും വാലിൽ കത്തിപ്പടരുന്ന അഗ്നിയോടെ നിരവധി വിലപിടിപ്പുള്ള രത്നങ്ങളും മുത്തുകളും പതിച്ച മന്ദിരങ്ങളിലെല്ലാം ചാടിച്ചാടി അഗ്നിക്കിരയാക്കി. മനോഹരങ്ങളായ മാളികകൾ പലതും ഹനുമാന്റെ വാലിലെ അഗ്നി വിഴുങ്ങി. അങ്ങനെ ഐശ്വര്യപൂർണമായ ലങ്കാരാജ്യം വെറും ചാമ്പൽ കൂനകളായി മാറി. രാവണ സഹോദരനായ വിഭീഷണന്റെ മന്ദിരമൊഴികെ മറ്റുള്ള രാക്ഷസ ഭവനങ്ങളെല്ലാം വെന്തു വെണ്ണീറായി. ഭവനങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളും വെന്തു ചാമ്പലായി. രാക്ഷസ സ്ത്രീകൾ ഒന്നടങ്കം രാവണന്റെ നീചകൃത്യത്തെ അപലപിച്ചു. ചില സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു: പരധനവും അമിത പരതാരങ്ങളും ബലാൽ പാപിദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം. അറികിൽ അനുചിതമതുമതേന ചെയ്തിടായി വിനാരും, അതിൻ്റെ ഫലമിതു നിർണയം. മനുജ തരുണിയെ ഒരു മഹാപാപി കാമിച്ചു, മറ്റുള്ളവർക്കും ആപത്തായിരിങ്ങനെ. അങ്ങനെ കണക്കറ്റ സൗധങ്ങളും രാക്ഷസകുലങ്ങളും വൃക്ഷലതാദികളും അഗ്നിക്ക് ആഹാരമായി തീർന്നതോടെ രാക്ഷസ രാജ്യത്തിന്റെ 700 യോജനയും ചാമ്പലായി. എന്നിട്ട് സംതൃപ്തനായ ഹനുമാൻ സമുദ്രത്തിലിറങ്ങി തന്റെ വാലിലെ അഗ്നി കെടുത്തിയ ശേഷം വീണ്ടും സീതാദേവിയുടെ അടുക്കൽ ചെന്ന്, ദേവി,
ശ്രീരാമദേവ സമീപം ചെല്ലാൻ അനുമതി നൽകിയാലും ഒട്ടും താമസിയാതെ സൈന്യസമേതം രാമലക്ഷ്മണന്മാർ ഇവിടെ എത്തും. അല്പം പോലും ഭയപ്പെടാതെ ദേവി ഇരുന്നരുളിയാലും. കവിശ്രേഷ്ഠ, എന്റെ ഹൃദയേശ്വര വാർത്ത അറിയിച്ച നിന്നെ കണ്ട് എന്റെ ദുഃഖം അകന്നു മാറി. എങ്കിലും ഞാൻ എങ്ങനെ ഇവിടെ രാമചന്ദ്രന്റെ കഥകൾ അറിയാതെ കഴിഞ്ഞുകൂടും? ദേവി ദുഃഖിക്കണ്ട. ഇതാ എന്റെ ഈ തോളത്ത് ദേവിയെ ഇരുത്തി ഒറ്റ കുതിപ്പിന് ശ്രീരാമസന്നിധിയിൽ എത്തിക്കുന്നുണ്ട്. ദയവായി കയറിയിരുന്നാലും. ഹനുമാൻ, അത് എന്റെ ഭർത്താവിന് അപകീർത്തിയുണ്ടാക്കുന്ന കാര്യമല്ലേ? മഹാപരാക്രമിയായ ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ നിഗ്രഹിച്ച് എന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉടനെ ചെയ്യുക. അതുവരെ ഞാൻ എന്റെ ജീവൻ നിലനിർത്താം. ഹനുമാൻ തൊഴുകൈകളോട് സീതാദേവിയോട് യാത്ര ചോദിച്ച ശേഷം സമുദ്രോപരി കുതിച്ചു ചാടി. 3 ലോകങ്ങളും കിടുങ്ങുന്ന ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് വാനര സമൂഹം തീരുമാനിച്ചു ഇത് വായുപുത്രനാണെന്ന്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ ഹനുമാൻ വന്നു നിൽക്കുന്നത് കണ്ടു. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കവിവീരന്മാരെ, ശ്രീരാമദേവന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സീതാദേവിയെ കണ്ടു. ലങ്കയും അവിടുത്തെ ഉദ്യാനങ്ങളും ഞാൻ അഗ്നിക്കിരയാക്കി. വരുവിൻ, നമുക്ക് ഈ വിവരം രാമദേവനെ അറിയിക്കാം. ജാമ്പവാദികളും മറ്റു വാനര സമൂഹവും ഹനുമാനെ നടുക്കാക്കി ഉത്സാഹപൂർവ്വം ആർത്തു വിളിച്ചുകൊണ്ട് നടന്നു. വിശപ്പും ദാഹവും വർദ്ധിച്ച വാനര സംഘം പ്രസ്രവണ പർവ്വതം കണ്ട് അവിടെ നിന്നു. സുഗ്രീവനാൽ സംരക്ഷിക്കപ്പെടുന്ന മധുവനമായിരുന്നു അവരുടെ ലക്ഷ്യം. താമസിച്ചില്ല. വിശപ്പും ദാഹവും തീർക്കാനുള്ള ഫലമൂലാദികൾ നിറഞ്ഞ മധുവനത്തിൽ കടന്ന് വേണ്ടുവോളം എല്ലാം കഴിച്ചു. ഒന്നും തൊടാൻ പാടില്ലെന്ന് വിലക്കിയ ദധിമുഖന്റെ രക്ഷകന്മാരെ മുഷ്ടി ചുരുട്ടി ഇടിച്ച് 4 പാട് ഓടിച്ചു. അത് കണ്ട് സുഗ്രീവനോട് പരാതി പറയാൻ ദധിമുഖൻ ചെന്നു. കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ മാരുതി സീതാദർശനം കഴിഞ്ഞു വന്ന ഉത്സാഹത്തിമിർപ്പാണെന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ വേഗം ശ്രീരാമദേവനെ സമീപിച്ച് പറഞ്ഞു, രാമചന്ദ്ര, മാരുതി സീതാദേവിയെ കണ്ട് സന്തോഷ ആധിക്യത്തോടെ മടങ്ങി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ അനുവാദം ചോദിക്കാതെ മധുവനത്തിൽ കടക്കില്ലായിരുന്നു. സുഗ്രീവന്റെ വർത്തമാനം അകലെ നിന്ന് ശ്രദ്ധിച്ച ഹനുമാനും അങ്കദനും ജാമ്പവാദികളും അടക്കാനാവാത്ത സന്തോഷത്തോടെ വേഗം നടന്ന് രാമദേവന്റെ സമീപം ചെന്നു. അവിടെ ഭക്തിയോടുകൂടി ലക്ഷ്മണനും സുഗ്രീവനും നിൽക്കുന്നത് കണ്ട് ഹനുമാൻ വാനര സമൂഹത്തോടെ അവരെ താണുവീണ് നമസ്കരിച്ചു. എന്നിട്ട് ശ്രീരാമചന്ദ്രനോട് വിനയാന്വിതനായി പറഞ്ഞു, രാമചന്ദ്ര, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രയാസവും കൂടാതെ സീതാദേവിയെ കാണാനിടയായി. അവിടുത്തെ കുശലങ്ങൾ ദേവി അന്വേഷിക്കുകയും ചെയ്തു. പാറിപ്പറന്ന തലമുടിയോടെ അശോകവനികയിൽ ശിംശപാവൃക്ഷ ചുവട്ടിൽ സീതാദേവി ഇരുന്നരുളിയത് കണ്ടു. അശനപാനാദികൾ വെടിഞ്ഞ് ക്ഷീണശരീരയായി രാമമന്ത്രം സദാ ജപിച്ചു കഴിയുന്ന ദേവിയോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു പ്രഭു. അങ്ങനെ എന്നിൽ വിശ്വാസം ജനിച്ചപ്പോൾ ദേവിയുടെ ദുഃഖം അകലുന്നതിന് വേണ്ടി അങ്ങ് തന്നയച്ച മോതിരം ഞാൻ കൊടുത്തു. ആ മോതിരത്തെ ദേവി മാറിലും ശിരസിലും കണ്ണിലും മാറി മാറി ചേർത്ത് പിടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു. എന്നിട്ട് ദേവിയുടെ എല്ലാ ദുഃഖങ്ങളും അങ്ങയെ ഉണർത്തിക്കണമെന്ന് അരുളി ചെയ്തു. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, ദേവിയുടെ കഥ മുഴുവൻ ശ്രീരാമചന്ദ്രനെ അറിയിച്ചു കഴിയുമ്പോൾ രാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോടും വാനരസേനയോടും കൂടി വളരെ വേഗം ലങ്കയിലെത്തി ദശാസിവംശം മുടിച്ച് നാമാവശേഷമാക്കി ദേവിയെയും കൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്യും. പിന്നീട് ഒരടയാളവും അടയാളവാക്കും ഞാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ദേവിയുടെ ചൂടാരത്നവും തന്നു. ചിത്രകൂടാചലത്തിൽ കഴിയുന്ന കാലത്ത് ചേന്തൻ കാക്കയുടെ രൂപം കൊണ്ടുവന്ന കഥയും പറഞ്ഞയച്ചു. പിന്നീട് ഞാൻ ഒന്നുകൂടി ചെയ്തു പ്രഭോ. രാവണൻ ഏറ്റവും പ്രിയപ്പെട്ട ആരാമവും മന്ദിരങ്ങളും എല്ലാം ഞാൻ തകർത്തു.
രാവണപുത്രനായ അക്ഷകുമാരനെ വധിച്ചു. അവസാനം ദേവിയെ കണ്ട് യാത്ര പറഞ്ഞ് ഇങ്ങ് പോരുകയും ചെയ്തു. മാരുതേ, ദേവന്മാർക്ക് പോലും ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. അങ്ങ് ചെയ്ത ഈ ഉപകാരത്തിന് പ്രത്യുപകാരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ സർവസ്വവും അങ്ങയ്ക്കായി നൽകുന്നു എന്നിങ്ങനെ അരുളി ചെയ്ത് രാമചന്ദ്രൻ സന്തോഷത്തോടെ മാരുതിയെ വീണ്ടും വീണ്ടും മാറോട് ചേർത്ത് തഴുകി. അങ്ങനെ ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത മഹാഭാഗ്യം പുണ്യസഞ്ചയം കൊണ്ട് ഹനുമാന് സിദ്ധിച്ചു. അധ്യാത്മരാമായണം സുന്ദരകാന്ഡം അവസാനിച്ചു.